ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയ ദശകം 12 വരാഹ അവതാരം. ശ്ലോകം 6. തന്തേ നിനാദമുപകർണ്യ ജനസ്തപസ്ത സത്യസ്ഥിത ചമുനിയോ നുനുവർഭവന്തം തസ്തോത്രഹർഷുലമനാഭരണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാദരസ്ത്വം. പദം. തന്തേ നിനാദം ഉപകർണ്യ ജനതപസ്താഃ സത്യസ്ഥിതാഃ ച മുനയ നുനുവുർ ഭവന്തം തത്സ്തോത്ര ഹർഷുലമനാ പരിണദ്യ ഭൂയഃ തോയ ആശയം വിപുലമൂർത്തി അവാദരത്വം. അർത്ഥം. ഭൂമിയിലും തപോലോകത്തിലും സത്യലോകത്തിലും വസിക്കുന്ന മുനിമാർ അങ്ങയുടെ ഗർജനം കേട്ട് സ്തുതിഗീതങ്ങൾ മുഴക്കി. ആ സ്തുതികൾ കേട്ട് ഹർഷചിത്തനായ അങ്ങ് വീണ്ടും ഗർജിച്ച് ബൃഹത്തായ ശരീരത്തോടെ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. ശ്ലോകം 7. ഓർത്തപ്രസാരി പരിധൂമ്രവിദൂതരോമ പ്രോക്ഷിപ്തവാലതിരവാങ്ഹ ഘോരകോണഃ തൂർണപ്രതീർണ ജലദ പരികൂർണദഷ്മ സ്തോത്യുന്മുനീൻ ശിശിരയന്നവതേരിതസ്ത്വം. പദം. ഊർധ പ്രസാരി പരിധൂമ്ര വിധൂത രോമ പ്രോക്ഷിപ്ത വാലരി അവാം മുഖ ഘോര കോണഃ തൂർണ പ്രതീർണ ജലദഃ പരിഘൂർണത് അക്ഷണ സ്തോത്യൂൻ മുനീൻ ശിശിരയൻ അവതേരിത ത്വം. അർത്ഥം. നീലനിറത്തിൽ മേൽപോട്ട് ഉയർന്നു നിൽക്കുന്ന രോമങ്ങളിളക്കി വാല് ഉയർത്തിപ്പിടിച്ച് താഴേക്ക് മുഖമായ വലിയ മൂക്കോടുകൂടി ഇറങ്ങുന്നതിലുള്ള ശീഘ്രത മൂലം മേഘപടലത്തെ പിളർന്നുകൊണ്ട് താഴോട്ട് പതിച്ച അങ്ങയുടെ ചുറ്റുന്ന കണ്ണുകൾ സ്തോത്രം പാടുന്ന മുനിമാരെ കാരുണ്യാമൃതം കൊണ്ട് തണുപ്പിച്ചു. ശ്ലോകം 8. അന്തർജലം തദനു സങ്കുല നക്രചക്രം ഭ്രാമിത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണ ദസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീൻ അകവേഷയസ്ത്വം. പദം. അന്തർജലം തദനു സങ്കുല നക്രചക്രം ഭ്രാമ്യ തിമിംഗലകുലം കലുഷ ഊർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അഗവേഷയ ത്വം. അർത്ഥം. പാഞ്ഞു നടക്കുന്ന മുതലകളും പരിഭ്രമിച്ചോടുന്ന തിമിംഗലക്കൂട്ടങ്ങളും അലറിമറിയുന്ന തിരമാലകളും നിറഞ്ഞ സമുദ്രാന്തർഭാഗത്തേക്ക് പ്രവേശിച്ച അങ്ങ് ഭീഷണമായ ശബ്ദം കൊണ്ട് പാതാളലോകത്തിലുള്ളവരെ പോലും വിറപ്പിക്കുകയും എന്നിട്ട് ഭൂമിയെ തിരയാൻ തുടങ്ങുകയും ചെയ്തു. ശ്ലോകം 9. ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തി സംവേശിതാം ചടിതി കൂടകിടർവിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ടാങ്കുരേണ വസുധാമതതാചലീലം. പദം. ദൃഷ്ട്വാ അത ദൈത്യഹതകേന രസാതല അന്തി സംവേശിതാം ചടിതി കൂട കിടി വിഭോ ത്വം ആപാതുകാൻ അവിഗണയ്യ സുര അരിഖേടാൻ ദ്രംഷ്ട്രാ അങ്കുരേണ വസുധാം അതതാ സലീലം. അർത്ഥം. ഹേ ഭഗവാനെ, മായാശക്തിയാൽ വരാഹമൂർത്തിയായി ഭവിച്ച അങ്ങ് പിന്നീട് പാതാളത്തിനുള്ളിൽ ദുഷ്ടനായ അസുരൻ ഒളിച്ചു വെച്ചിട്ടുള്ള ഭൂമിയെ കണ്ടു. തന്നെ എതിർത്ത അസുരകീടങ്ങളെ അവഗണിച്ചുകൊണ്ട് അങ്ങ് ഭൂമിയെ അനായാസം തൻ്റെ ദംഷ്ട്രങ്ങളാൽ ഉയർത്തിക്കൊണ്ടുവന്നു. ശ്ലോകം 10. അഭ്യുദ്ധരന്നഥ ധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിദൈവാദിക ഭീവരാത്മാ
ഉദ്ധൂതഘോരസലില ജലധേരുദഞ്ചൻ ക്രീഡാവരാഘവപരീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം അഭ്യുദ്ധരൻ അഥ ധരാം ദശന അഗ്രലഗ്ന മുസ്ത അങ്കുര അങ്കിത ഇവ അധിക പീവര ആത്മാ ഉദ്ധൂത ഘോര സലിലാത് ജലദേ ഉദഞ്ചൻ ക്രീഡാ വരാഹ വപുഃ ഈശ്വര പാഹി രോഗാത്. അർത്ഥം: ദ്രംഷ്ട്രാഗ്രങ്ങളിൽ മുത്തങ്ങ എന്ന പോലെ ഭൂമിയെ വഹിച്ച അങ്ങ് അതിയായി സ്ഥൂലിച്ച ശരീരത്തോടുകൂടി അനന്തവും ഭയങ്കരവുമായി സമുദ്രത്തെയാകെ ഇളക്കി മറിച്ചുകൊണ്ട് മെല്ലെ ഉയർന്നു വന്നു. വെറും കേളി വിനോദത്തിനായി വരാഹരൂപമെടുത്ത ഈശ്വര, എന്നെ രോഗപീഠകളിൽ നിന്ന് രക്ഷിക്കണേ. ഇനി നിർത്തട്ടെ. ഹരി ഓം തത്സത്.